ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്കമാലിക്കാരുടേതെന്ന് അവകാശപ്പെടുന്ന അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങാക്കറിയാണിത്. ഇതിനായിട്ട് പച്ചമാങ്ങ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. 1.5 മാങ്ങ മാത്രമേ ഞാൻ ഈ കറിയിലേക്ക് എടുത്തിട്ടുള്ളൂ. ഒരു മാങ്ങയും അതിൻ്റെ പകുതിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത മാങ്ങ നമുക്ക് 2-3 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായത് എന്തൊക്കെയാണ് നോക്കാം. ഒരു വലിയൊരു സവാള, അതുപോലെ 5 പച്ചമുളക്, 10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും അല്പം കറിവേപ്പിലയും. ഇതെല്ലാം നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു ചട്ടിയിലേക്ക് ആ ഉള്ളി അരിഞ്ഞതും അതിൻ്റെ കൂടെ ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് ഇത് തിരുമ്മി പിടിപ്പിക്കണം. ഈ മിക്സിങ്ങിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. കൈവച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഞെരടി പിഴിഞ്ഞെടുക്കണം. ആ ഉള്ളിയുടെ ഉള്ളിൽ നിന്നും അതിൻ്റെ നീരെല്ലാം പുറത്ത് വരുന്ന രീതിയിൽ വേണം ഞെരടിയെടുക്കാൻ. ഇനി ഇങ്ങനെ ഞെരടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ 1.5 കപ്പ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് മാങ്ങ നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ മാങ്ങാക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ 3/4 കപ്പ് 1ാം പാൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി കടായി ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം കടുകും അതുപോലെ തന്നെ 2-3 ചുവന്നുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ കറി. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.